ഹായ് ഗൈസ്, നമ്മളിവിടെ ഫിറ്റ്നസ് ഫീൽഡിലായാലും സോഷ്യൽ മീഡിയയിലായാലും നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ഒരു കോൺട്രവേഴ്സിയാണ് പ്രോട്ടീനും ഫൈബറും. അതാണ് നമ്മൾ ഇന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ ഡിഫറൻസ്, മെറിറ്റ്സ്, ഡിമെറിറ്റ്സ് എല്ലാം നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നതാണ്. നമുക്കതിൽ പ്രോട്ടീനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ബോഡിക്ക് മാക്രോ ന്യൂട്രിയൻസും വേണം, അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസും വേണം. അതിൽ പ്രോട്ടീൻ എന്ന് പറയുന്നത് മാക്രോ ന്യൂട്രിയൻസ് ആണ്. ഇറ്റ്സ് മെയ്ഡ് ഓഫ് അമിനോ ആസിഡ്സ്. പ്രോട്ടീനെ കുറിച്ച് നമുക്ക് ഏകദേശ കാര്യങ്ങളല്ലാതെ എന്നാലും ഞാൻ പറയുന്നത് ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ മസിൽസ് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുക, ഇമ്മ്യൂൺ സിസ്റ്റം സപ്പോർട്ട് ചെയ്യുക, ഹോർമോൺ പ്രൊഡക്ഷൻ, പിന്നെ മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യുക. ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ ഫങ്ഷൻസ്. സ്ട്രെങ്ത് ഇൻക്രീസ്, മസിൽ ബിൽഡിങ്, റിപ്പയർ, ഇതെല്ലാം കേട്ടിട്ടുണ്ട്. പ്രോട്ടീൻ എങ്ങനെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും? അതെന്ന് വെച്ചാല് നമുക്ക് കാർബോഹൈഡ്രേറ്റും ഫാറ്റും ബേൺ ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ കാലറി നമ്മുടെ ബോഡി പ്രോട്ടീൻ ബേൺ ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. അതുകൊണ്ടാണ് പ്രോട്ടീൻ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് പ്രോട്ടീൻ കിട്ടുന്ന കുറച്ച് സോഴ്സുകൾ: എഗ്, ചിക്കൻ, ഫിഷ്, ബീഫ്, ഇതേ പ്രോട്ടീൻ. ഇപ്പൊ നിങ്ങൾ എഗ്ഗും ചിക്കനും കഴിക്കാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പ്ലാൻ സോഴ്സ് ചൂസ് ചെയ്യാവുന്നതാണ്. അതായത് ബീൻസ്, പീനട്ട്, സോയ ചങ്ക്സ്, അതൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പം അധികമായ അമൃതവിഷം എന്ന് പറയുന്നതാണെങ്കിൽ പ്രോട്ടീൻ അധികം കഴിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ഡൈജസ്റ്റീവ് ഇഷ്യൂ ആണ് ഫസ്റ്റ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ധാരാളമായി പ്രോട്ടീൻ കഴിക്കുകയും എന്നാലും വെള്ളം കുടിക്കത്തില്ലെങ്കിൽ ഡൈജസ്റ്റീവ് ഇഷ്യൂ സംഭവിക്കാം, ബ്ലോട്ടിങ് സംഭവിക്കാം, കോൺസ്റ്റിപ്പേഷൻ സംഭവിക്കാം, അസിഡിറ്റി, ഇതെല്ലാം വരാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഡേ ലൈഫിൽ നമുക്ക് എത്ര ഗ്രാം പ്രോട്ടീൻ വരെ ഇൻടേക്ക് ചെയ്യാം? അതെന്ന് വെച്ചാൽ നമുക്ക് നോർമലായിട്ട് പോകുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് 0.8 ഗ്രാം ടു 1 ഗ്രാം വരെ ബോഡി വെയിറ്റിന്റെ, അതായത് ഇപ്പൊ 50 ഗ്രാം ബോഡി വെയിറ്റ് ഉള്ള ഒരാളാണെങ്കിൽ 0.8 ഗ്രാം പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്യാമെങ്കിൽ 40 ഗ്രാം ദിവസം ഇൻടേക്ക് ചെയ്യാം. 1 ഗ്രാം വെച്ചാണ് 50 ഗ്രാം പ്രോട്ടീൻ അയാൾ ഇൻടേക്ക് ചെയ്തിരിക്കാം. ഇനി മസിൽ ബിൽഡിങ് അല്ലെങ്കിൽ ജിമ്മിന് പോകുന്ന ഒരാളാണെങ്കിൽ 1.6 ടു 2.2 ഗ്രാം വരെ ഇൻടേക്ക് ചെയ്തിരിക്കാം. അതായത് 50 കിലോ ഉള്ള ആളാണെങ്കിൽ 2 ഗ്രാം പ്രോട്ടീൻ വെച്ചിട്ടാണ് എടുക്കുന്നതെങ്കിൽ 100 ഗ്രാം പ്രോട്ടീൻ കുട്ടിക്കാരൻ ദിവസം ഇൻടേക്ക് ചെയ്തിരിക്കാം. എനിക്ക് മനസ്സിലായതായിരിക്കും. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൈബറിനെ കുറിച്ചാണ്. ഫൈബർ ഇസ് കാർബോഹൈഡ്രേറ്റ് ദ ബോഡി കാനോട്ട് ഫുള്ളി ഡൈജസ്റ്റ്. ഫൈബർ 2 ടൈപ്പാണുള്ളത്, സോളിബിളും ഇൻസോളിബിളും. ഫൈബറിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഗട്ട് ഹെൽത്ത്, ഡൈജഷൻ, ബ്ലഡ് ഷുഗർ കൺട്രോൾ ആൻഡ് കൊളസ്ട്രോൾ മാനേജ്മെന്റ്, ഹാർട്ട് ഹെൽത്ത്. ഫൈബർ അങ്ങനെ ഹാർട്ട് ഹെൽത്തിനെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് കൊളസ്ട്രോൾ 2 ടൈപ്പ് കൊളസ്ട്രോൾ ഉണ്ടല്ലോ. ഫൈബർ LDL കൊളസ്ട്രോളിനെ റെഡ്യൂസ് ചെയ്യും, അങ്ങനെ ഹാർട്ട് ഹെൽത്തിനെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 2 ടൈപ്പ് ഫൈബറാണ് നമുക്കുള്ളത്. ആദ്യം സോളിബിൾ ഫൈബർ. സോളിബിൾ ഫൈബർ എന്ന് പറയുമ്പോൾ ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയാം പെട്രിക് ബാക്ടീരിയ ഇംപ്രൂവ് ചെയ്യുക, ബ്ലഡ് ഷുഗർ മാനേജ് ചെയ്യുക, ലാസ്റ്റ് വരുന്നത് റെഡ്യൂസ് കൊളസ്ട്രോൾ. ഇതിന്റെ സോഴ്സ് എന്ന് പറയുമ്പോൾ ഓട്സ്, ആപ്പിൾ, ബീൻസ്, ലാസ്റ്റ് ചിയ സീഡ്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഇൻസോളിബിൾ ഫൈബർ. ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രിവെന്റ് കോൺസ്റ്റിപ്പേഷൻ. ഇതിന്റെ സോഴ്സ് ആയിട്ട് നമുക്ക് പറയാവുന്നത് വെജിറ്റബിൾസ്, ഹോൾ ഗ്രെയിൻസ്, നട്ട്സ് ആൻഡ് ഫ്രൂട്ട് സ്റ്റിക്സ്. ഫൈബർ ഇൻടേക്ക് കൂടിയാൽ നമുക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതിൽ പ്രധാനം ബ്ലോട്ടിങ്ങും ഗ്യാസും വരാൻ നല്ല ചാൻസ് ഉണ്ട്. അതായത് എക്സസീവ് ആയിട്ട് നമ്മൾ ഫൈബർ ഇൻടേക്ക് ചെയ്യുകയാണെങ്കിൽ അയൺ, സിങ്ക്, കാൽസ്യം പോലുള്ള ന്യൂട്രീഷ്യന്റെ അബ്സോർപ്ഷൻ കുറയാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ കൂടുതൽ ഫൈബർ കഴിക്കുന്നു എന്നാൽ വെള്ളം കുടിക്കില്ല, നമുക്ക് സ്റ്റൊമക്കിൽ ഡിസ്കംഫർട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ക്രാമ്പിങ്, കോൺസ്റ്റിപ്പേഷൻ മുതലായവ. നമ്മൾ ഫൈബർ കൂടുതലായിട്ട് ഇൻടേക്ക് ചെയ്യാണെങ്കിൽ വിശപ്പ് തോന്നില്ല. അപ്പൊ ഈ മസിൽ ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും അവരെ ഡെയിലി കാലറി ഇൻടേക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക്. ഇതൊക്കെയാണ് ഫൈബറിന്റെ കുറച്ച് പ്രശ്നങ്ങൾ. അപ്പൊ നിങ്ങൾ ചോദിക്കും, നമുക്ക് ഒരു ദിവസം ഒക്കെ ഫൈബർ എത്ര ഗ്രാം വരെ കഴിക്കാം? അതിൽ മെയിൽ ആണെങ്കിൽ 30 to 38 ഗ്രാം വരെയും, ഫീമെയിൽ ആണെങ്കിൽ 25 to 30 ഗ്രാം വരെയും നമുക്ക് കഴിക്കാം. ഇതാണ് അതിന്റെ നോർമൽ വാല്യൂ. വിച്ച് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്, പ്രോട്ടീൻ ഓർ ഫൈബർ? നിങ്ങളുടെ ഗോൾ മസിൽ ഗെയിൻ ആണെങ്കിൽ നിങ്ങൾ പ്രൈമറി ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് എപ്പോഴും പ്രോട്ടീൻ ആയിരിക്കണം. നിങ്ങളുടെ ഗോള് ഡൈജഷനും ഓവറോൾ ഹെൽത്തും ആണെങ്കിൽ നിങ്ങളുടെ പ്രൈമറി ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് എപ്പോഴും ഫൈബറിനായിരിക്കണം. ഇതിന്റെ ലാസ്റ്റ് കൺക്ലൂഷൻ ആയിട്ട് ഞാൻ പറയുന്നത് നിങ്ങളുടെ ഗോളിനനുസരിച്ചുള്ള പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്യുക, ഫൈബർ കഴിക്കുക, ലാസ്റ്റ് വെള്ളം കുടിക്കുക. പ്രോട്ടീനും ഫൈബറും കഴിക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നില്ലെങ്കിൽ ഒരു കാര്യമില്ല. വെള്ളത്തിനും അതിൻ്റെതായിട്ടുള്ള റോള് നമ്മുടെ ബോഡിയിൽ എടുക്കും. നമ്മുടെ ബോഡിക്ക് പ്രോട്ടീനും ഫൈബറും മാത്രമല്ല ആവശ്യം, വേറെ കുറെ മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും എല്ലാം ആവശ്യമുണ്ട്. അപ്പം പക്ഷെ ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി നടക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു കണ്ടന്റ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഡിസ്കസ് ചെയ്തത്. അപ്പം
ചെയ്യാം, ടേക്ക് ചെയ്തിരിക്കുക. ചേച്ചി ലൈഫ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ ചെയ്യുക.